ഡോക്ടർ അരുൺകുമാർ, എന്താണ് തോന്നുന്നത്? ഇന്നിപ്പോൾ രണ്ട് വിവരങ്ങളാണല്ലോ പുറത്തു വന്നത്. ലോകായുക്ത നിയമ ഭേദഗതി അതിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു. അത് ഗവർണർക്കേറ്റ തിരിച്ചടിയാണെന്ന് സർക്കാർ പറയുന്നു. തൊട്ടു പിന്നാലെ ഉച്ചയോടുകൂടിയാണ് രാജ്ഭവന്റെ വാർത്താക്കുറിപ്പ് വരുന്നത്. ചാൻസലറുടെ അധികാരങ്ങൾ വെട്ടിക്കുറച്ച 3 നിയമ ഭേദഗതികൾ അത് വിതൾ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ സാധു തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും വിജയമുണ്ടായിട്ടുണ്ടോ? ആർക്കെങ്കിലും പരാജയമുണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഇതിൽ പരാജയമുണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ആ പരാജയം ഗവർണറുടെ പരാജയമോ സർക്കാരിൻ്റെ പരാജയമോ അല്ല. അത് ഭരണഘടനയെ വിശ്വസിക്കുന്ന ജനങ്ങളുടെ പരാജയം എന്ന അർത്ഥത്തിലാണ് ഞാൻ ഇതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകായുക്ത ബില്ലും ആ ലോകായുക്ത ബില്ലിന് കാരണമായ ലോക്പാൽ ബില്ല് വരുന്നത് കേരളത്തിൽ ലോകായുക്ത ബില്ല് അവതരിപ്പിച്ച് കഴിഞ്ഞതിനു ശേഷമാണ്. അണ്ണാ ഹസാരെ മൂവ്മെന്റിന് ശേഷം വരുന്നത്. ഇതെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോഴ്സ് ഉണ്ട്. ആ പ്രധാനപ്പെട്ട കോഴ്സ് ലോകത്തെ ഏറ്റവും അഴിമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെട്ട ഒരു രാജ്യത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഒരു വലിയ മൂവ്മെന്റ് തുടങ്ങുന്നു. ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന ബാനറിൽ തുടങ്ങുന്ന ഒരു മൂവ്മെന്റ് ഒരു പ്രധാനപ്പെട്ട ആശയം മുന്നോട്ട് വയ്ക്കുന്നു. അവിടെ സ്വതന്ത്രമായൊരു ഏജൻസി, ജുഡീഷ്യറി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അതുപോലെ സ്വതന്ത്രമായൊരു ഏജൻസി എക്സിക്യൂട്ടീവിനെ ഓഡിറ്റ് ചെയ്ത് സ്വീഡിഷ് ഭാഷയിലെ ഓംബുഡ്സ്മാൻ എന്ന അർത്ഥം വരുന്ന ഒരു ലോക്പാലിനെ കൊണ്ട്, ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട്, ജനങ്ങളുടെ കാവൽക്കാർ എന്ന അർത്ഥത്തിലുള്ള ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തി ഉത്തരവാദിത്വപ്പെട്ടവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നതായിരുന്നു അന്ന് ലോക്പാൽ ബില്ല് ആദ്യഘട്ടത്തിൽ വരുമ്പോൾ ജൻ ലോക്പാൽ ബില്ല് കൊണ്ടുവരുന്ന ഘട്ടത്തിലുള്ള അണ്ണാ ഹസാരെ മൂവ്മെന്റിന്റെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ ആ ബില്ലിനു തന്നെ എന്ത് സംഭവിച്ചു, ആശയത്തിന് തന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറയാൻ പോകുന്നത് 3 തലങ്ങളിലായി സാധാരണ ജനങ്ങളെ, നമ്മുടെ ജനാധിപത്യത്തെ, ഈ സിസ്റ്റത്തിൽ വിശ്വസിക്കുന്നവരെ ഈ ലോക്പാൽ മൂവ്മെന്റും ലോക്പാൽ ബില്ലും കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ലോകായുക്തയും എങ്ങനെയാണ് ഇപ്പോൾ ഗവർണറുടെ പരിഗണനയിലിരിക്കുന്ന ബില്ലും ഭേദഗതികളും എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത് എന്നാണ്. ആദ്യഘട്ടത്തിൽ ഈ ലോക്പാൽ ബില്ല് ആദ്യമായി അവതരിപ്പിക്കുന്നത് അണ്ണാ ഹസാരെ മൂവ്മെന്റിന് മുമ്പ് 1969 68 അത് അവതരിപ്പിക്കുന്നു, 69 ലോക്സഭ പാസ്സാക്കുന്നു. പിന്നീട് 9 തവണ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചുവെങ്കിലും പാസ്സാക്കിയിട്ടില്ല എന്നത് ഓർമ്മിക്കണം. എന്തുകൊണ്ടാണ്? ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളുടെ രാജ്യത്തെ, നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് അധികാരവും അഴിമതിയും ഒരു പ്രധാനപ്പെട്ട വിഭവമായിരുന്നു. അതിന് തടസ്സം വരുന്നതൊന്നും അവർ അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ 1999 കേരളത്തിൽ ആദ്യമായി ലോക്പാൽ ബില്ല് പോലെ ഒരു ബില്ല് അവതരിപ്പിക്കുന്നത് കേരളമല്ല, അത് ഒഡീഷയാണ് അവതരിപ്പിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് 1971 അത് പാസ്സാക്കുന്നത്. പക്ഷേ ഈ രൂപത്തിലേ ആയിരുന്നില്ല. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു 93 മറ്റു 22 വർഷങ്ങൾക്ക് ശേഷം ഒഡീഷ അത് പിൻവലിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ 1999 നയനാർ മന്ത്രിസഭയിൽ ഇ ചന്ദ്രശേഖരൻ നായരാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. ആ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഒട്ടേറെ പ്രതീക്ഷകളുള്ള ഒരു ബില്ലായിരുന്നു. ഇന്നിപ്പോൾ അതിന് സാങ്കേതികമായ ചില കാരണങ്ങളാണ് നിയമവകുപ്പ് മന്ത്രി പി രാജീവ് പറയുന്നത്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ആ ലോകായുക്ത ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിനൊരു സ്വതന്ത്ര സ്വഭാവമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ പിൽക്കാലത്ത് അവതരിപ്പിക്കപ്പെട്ട ജൻ ലോക്പാൽ ബില്ലിൻ്റെ വളരെ പ്രധാനപ്പെട്ട മൂർച്ചയുള്ള സ്വഭാവമുള്ളൊരു ബില്ലായിരുന്നു നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിച്ചത്. ആ ലോകായുക്ത ബില്ലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത്, ലോകായുക്ത അഴിമതിക്കാരനാണെന്ന് ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകനെ കണ്ടെത്തുന്ന പക്ഷം ആ പൊതുപ്രവർത്തകനെ ഈ ലോകായുക്തയുടെ പരാമർശം വന്നാൽ ഉടൻ തന്നെ തലസ്ഥാനത്ത് നിന്ന് നിയമനാധികാരി മാറ്റുകയും അതിനുശേഷം ആ വിഷയം ലോകായുക്തയിൽ റിപ്പോർട്ട് ചെയ്യുകയും വേണം. ഇതായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷൻ. ഇതടക്കം 3 പ്രധാനപ്പെട്ട ഭേദഗതികളാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. ഓർമ്മിക്കണം ആ പീരീഡ്. 1999 പാസ്സാക്കിയ ഒരു ബില്ലിൽ, ഒരു നിയമത്തിൽ 2021 ഏപ്രിൽ മാസം വരെ വലിയ ബുദ്ധിമുട്ടോ വലിയ സാങ്കേതിക പിശകോ ഒന്നും സർക്കാർ കണ്ടിരുന്നില്ല എന്നതാണ് കൗതുകകരമായ കാര്യം. എപ്പോഴാണിത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്? കെ ടി ജലീൽ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബന്ധു നിയമന വിവാദം ഉണ്ടാവുന്നു. ആ ബന്ധു നിയമന വിവാദത്തിൽ ലോകായുക്തയിലെ സെക്ഷൻ 12-14 അനുസരിച്ച് അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന ഒരു പരാമർശം എത്തുമ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ കഴിയാതെ വരുന്നു. അതിനെ തുടർന്നാണ് അടുത്തതായി ലോകായുക്ത പരിഗണിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് പറയുന്നത്, നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ഫണ്ട് വകമാറ്റി ചെലവഴിച്ച കേസ് വരുന്നു. അപ്പോൾ ഈ 2 കേസുകളും വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെടുന്നത്. 3 ഭേദഗതികളാണ് നിർദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭേദഗതി ലോകായുക്തയുടെ മർമ്മമെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന, ലോകായുക്തയുടെ വളരെ മൂർച്ചയുള്ള പല്ലുകളെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന സെക്ഷൻ 12-14 എന്താണത്?
ഈ ലോകായുക്തയുടെ നിർദ്ദേശം വന്നാൽ പൊതുപ്രവർത്തകൻ സ്ഥാനം ഒഴിയണം എന്നിടത്തു നിന്നും ഒരു അപ്പലേറ്റ് അതോറിറ്റിയെ കൊണ്ടുവരികയാണ്. ആ അപ്പലേറ്റ് അതോറിറ്റി 3 തരത്തിലാണ്. ഓർഡിനൻസിൽ ഗവർണർക്കാണ് അപ്പലേറ്റ് അതോറിറ്റിയുടെ ചുമതല നൽകിയിരുന്നതെങ്കിൽ ഗവർണർ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ആ ഗവർണറെയും വെട്ടി ഒരു മന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയാണെങ്കിൽ നിയമസഭ, MLA മാരാണെങ്കിൽ സ്പീക്കർ എന്നിങ്ങനെ 3 അപ്പലേറ്റ് അതോറിറ്റിമാരെ കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും സ്മൃതി, ഏതെങ്കിലും ഒരു MLA, ഒരു ഭരണകക്ഷിയിൽപ്പെട്ട MLA ഒരു അഴിമതിക്കാരനാണ് എന്ന് ലോകായുക്ത കണ്ടെത്തിയാൽ ഭരണകക്ഷിയിൽപ്പെട്ട ഭൂരിപക്ഷ കക്ഷി ആ MLA ഈ ലോകായുക്തയുടെ നിർദ്ദേശപ്രകാരം ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനമെടുക്കുമോ? ഏതെങ്കിലും ഒരു മന്ത്രി അഴിമതിക്കാരനാണെന്ന് ലോകായുക്ത കണ്ടെത്തിയാൽ മുഖ്യമന്ത്രി അടക്കം ആ ലോകായുക്തയുടെ പരാമർശത്തിൽ നിന്ന് മന്ത്രിയെ മാറ്റാനുള്ള തയ്യാറെടുപ്പുണ്ടാകുമോ? മുഖ്യമന്ത്രിക്ക് തന്നെ അങ്ങനെ സംഭവിച്ചാൽ ഭൂരിപക്ഷ പാർട്ടി മുഖ്യമന്ത്രിയെ അഴിമതിക്കാരനെന്ന് പേരിൽ പുറത്താക്കുമോ? നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എന്താണോ ലോക്പാൽ ബില്ലിലൂടെ നമ്മൾ സ്വപ്നം കണ്ടത്, അങ്ങനെ ജനാധിപത്യത്തെ അക്കൗണ്ടബിളായി ഭരണ സംവിധാനത്തെ നിലനിർത്താനുള്ള ഒരു ആശയത്തെ ലോക്പാൽ ബിൽ ആദ്യം കൊന്നു, അതിനുശേഷം ലോകായുക്തയും കൊന്നു. ഇന്നിപ്പോൾ പി രാജീവ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? ലോക്പാൽ ബില്ലിന്റെ മാതൃകയിലാണിത് കൊണ്ടുവരിക്കുന്നത് എന്നാണ്. ലോക്പാൽ ബില്ല് ജൻ ലോക്പാൽ ബില്ലിനെ ദുർബലപ്പെടുത്തിയ ഒന്നാണ് സാർ. അണ്ണാ ഹസാരെ മൂവ്മെന്റ്. അണ്ണാ ഹസാരെ പിന്നീട് എവിടെ പോയി? അരവിന്ദ് കെജ്രിവാൾ വന്നതിന് ശേഷം അണ്ണാ ഹസാരെ നമുക്ക് കാണാനില്ല. അന്ന് ആ മൂവ്മെന്റിലുണ്ടായിരുന്ന കിരൺ ബേദി BJP ക്യാമ്പിലാണ്. അന്ന് ആ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഈ അണ്ണാ ഹസാരെ മൂവ്മെന്റിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരാൾ പതഞ്ജലിയിലെ ബാബ രാംദേവ് ആണ്. ആ ബാബ രാംദേവിനെതിരെ സുപ്രീം കോടതി വ്യാജ പരസ്യവുമായി ബന്ധപ്പെട്ട കേസിൽ പോയിരിക്കുന്നു. അങ്ങനെ ഒട്ടേറെ മാറ്റങ്ങൾ അവിടെയും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ജൻ ലോക്പാൽ ബില്ലിനെ ദുർബലമാക്കി ലോക്പാൽ ബില്ലിന്റെ മാതൃകയാണ് നമ്മുടേതെന്ന് പറയുന്നതിൽ എന്ത് അഭിമാനമാണുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദുർബലമായ ലോക്പാൽ ബില്ലിന്റെ ഒരു മാതൃകയല്ല കേരളത്തിൽ ഉണ്ടാകേണ്ടത്. സാങ്കേതികമായി നമുക്ക് പറയാം, യഥാർത്ഥത്തിൽ ഈ ബില്ലിൽ പിശകുകളൊന്നുമില്ല. നിയമപരമായി ടെക്നിക്കലി പിശകുകളൊന്നുമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കേന്ദ്രത്തിലെ ലോക്പാൽ ബില്ലിന് സമാനമാണ് ഇതിലെ പ്രൊവിഷൻ എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, കേരള സർക്കാരിന് തന്നെ, എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാർ അയച്ചു കൊടുത്ത മോഡൽ ബില്ലിലെ പ്രൊവിഷൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഓർഡിനൻസ് ഉള്ളതാണ്. ആ ഓർഡിനൻസിൽ വരുത്തിയ ഭേദഗതിയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷേ എൻ്റെ അടിസ്ഥാനമായ ചോദ്യം, ഈ 3 ഭേദഗതികളും, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഭേദഗതി, രണ്ടാമത്തത് ഇതിൽ പാർട്ടിയിൽ നിന്ന് ഉൾപ്പെടുന്ന ആൾക്കാരെ, പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളെ ഇതിൻ്റെ പെർവ്യൂവിൽ നിന്ന് ഒഴിവാക്കുന്നത്, മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഗവർണറെ വെട്ടാൻ വേണ്ടി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വരികയാണ്. നിങ്ങൾ അധികാരത്തിലിരിക്കുന്ന സർവീസിലുള്ളൊരു ജഡ്ജിക്ക് പകരം മറ്റൊരു വിരമിച്ച ജഡ്ജിയെ ലോകായുക്തയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതടക്കമുള്ള 3 ഭേദഗതികളും യഥാർത്ഥത്തിൽ ലോക്പാൽ ബിൽ വിഭാവനം ചെയ്ത ആ ആശയത്തെ സൃഷ്ടിച്ചെടുത്ത സങ്കല്പത്തിനെതിരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അഴിമതി വിമുക്തമായൊരു ഭരണ സംവിധാനം സ്വപ്നം കണ്ടുകൊണ്ട് കൊണ്ടുവന്ന ലോക്പാൽ സംവിധാനത്തെ പൂർണ്ണമായും അട്ടിമറിച്ചു. ആദ്യം ലോക്പാൽ നിയമത്തിലൂടെ, രണ്ടാമത്തതായി ലോകായുക്ത നിയമത്തിലെ 3 ഭേദഗതികളിലൂടെ. ഇതാണ് ഈ വിഷയത്തിലുള്ള എൻ്റെ ആദ്യത്തെ ടേക്ക്. അത് ഗവർണറും സർക്കാരും തമ്മിലുള്ള സാങ്കേതികമായ ഒരു പോരാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം അതിനെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ഗവർണർ തടസ്സപ്പെടുത്തിയത് ദുർബലപ്പെടുത്തിയത് കൊണ്ടല്ല, സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിന്റെ ഭാഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റത്, ഇനി ബാക്കി എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്ക് ബില്ല് അയച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി ഇനി അക്കാര്യത്തിലൊരു മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കാൻ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രപതിക്ക് ഇങ്ങനെ ബില്ലുകൾ ഗവർണർക്ക് അയക്കാമോ? നിലവിലുള്ള നിയമപ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാം അത്തരം ബില്ലുകൾ വരുന്ന പക്ഷം ഗവർണർക്ക്. പക്ഷേ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഉള്ളൊരു വിഷയത്തിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ബില്ല് അയച്ചത് ഗവർണറുടെ രാഷ്ട്രീയ താല്പര്യമാണ്. എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം നമ്മുടെ ശരീരത്തോട് പൊരുതുന്നത് എന്നതുപോലെയാണ് ഗവർണർ കുറെ കാലങ്ങളായി ഈ സർക്കാരിനെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇനി വരാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട ബില്ലുകൾ. ഇപ്പോൾ രാഷ്ട്രപതി വിത്ത്ഹെൽഡ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്ന 3 പ്രധാനപ്പെട്ട ബില്ലുകൾ. അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. അത് VC കണ്ടെത്തുന്ന സെർച്ച് പാനലാണെങ്കിലും ശരി, രണ്ടാമത്തത് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതാണെങ്കിലും അപ്പലേറ്റ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ശരി, അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സർവകലാശാലയിലും ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആരുടെ പരാജയം എന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ പരാജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുക. Meet the editors.